ഇപ്പോഴും നിങ്ങൾ കൈ കൊണ്ട് കള പറിക്കാൻ വേണ്ടി കഷ്ടപ്പെടുവാണോ? എങ്കിൽ ഒരു സ്കൂൾ ബാഗ് തൂക്കിയിടുന്ന പോലെ ഈസി ആയിട്ട് തോളിൽ തൂക്കിയിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് കള പറിക്കാൻ പറ്റുന്നതാണ്. കള എടുക്കുക എന്ന് പറഞ്ഞാൽ അത് ബ്രഷ് കട്ടേഴ്സ് ആണ്. എന്നാൽ ഒരു ക്ഷീണമില്ലാതെ കള എടുക്കാൻ വേണ്ടി നമ്മുടെ MDMൽ ബ്രഷ് കട്ടേഴ്സിനെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. ബ്രഷ് കട്ടറിൽ ആരുടെ അടുത്തും ഇല്ലാത്ത സസ്പെൻഷൻ മോഡൽ നമ്മുടെ MDMൽ മാത്രമാണുള്ളത്. നിങ്ങളിപ്പോൾ ഒരു വ്യവസായി ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്നെപ്പോലെ ഒരു നോർമൽ പേഴ്സൺ ആയിക്കോട്ടെ, നമുക്ക് രണ്ടുപേർക്കും ഭയങ്കര അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഒരു ബ്രഷ് കട്ടർ എന്ന് പറയുന്നത്. കാരണം നമ്മുടെ വീട്ടിലും പരിസരത്തൊക്കെ ഒരുപാട് പുല്ലൊക്കെ മുളച്ചിട്ട് അത് കാട് പോലെ ആകുന്നുണ്ട്. പച്ചക്കറിയുടെ ഇടയ്ക്കൊക്കെ പുല്ല് മുളച്ച് നിൽക്കും. അപ്പോൾ പുല്ലാണെങ്കിൽ കുറച്ചുകൂടെ വളർന്നു കഴിഞ്ഞാൽ അത് ആ പച്ചക്കറിയുടെ അടുത്തോട്ട് വളർന്നു വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം എന്താ? ബ്രഷ് കട്ടർ. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ബ്രഷ് കട്ടർ ഈ പുല്ല് നീക്കം ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നത്. പക്ഷേ ഒരു നല്ല ബ്രഷ് കട്ടർ എങ്ങനെ നോക്കി വാങ്ങണമെന്നും എവിടെ നിന്ന് വാങ്ങണമെന്നൊന്നും ആർക്കും അറിയത്തില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് ഒരു ബ്രഷ് കട്ടർ എങ്ങനെ നോക്കി വാങ്ങണം, എവിടെ നിന്ന് നോക്കി വാങ്ങണമെന്നൊക്കെയാണ്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണുക. ഒരു ബ്രഷ് കട്ടർ വാങ്ങുന്നതിന് മുന്നേ നിങ്ങളുടെ ആവശ്യം എന്താണ് നിങ്ങൾ തിരിച്ചറിയണം. അതായത് ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ വീടിന് ചുറ്റുള്ള പുല്ലൊക്കെ എടുത്ത് കളയാൻ വേണ്ടി മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് ബാക്ക് പാക്ക് ബ്രഷ് കട്ടർ ഓക്കെ ആയിരിക്കും. അതാകുമ്പോൾ നിങ്ങൾക്ക് രണ്ട് തോളും തൂക്കിയിട്ടിട്ട് ഈസി ആയിട്ട് പുല്ല് വെട്ടാൻ പറ്റുന്നതാണ്. അല്ല നിങ്ങൾക്ക് ഹെവി പർപ്പസ് ഉണ്ട്, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള കുറച്ച് കാട് പോലുള്ള പുല്ലൊക്കെ വെട്ടണം, അല്ലെങ്കിൽ കുറച്ച് വണ്ണുള്ള തണ്ടൊക്കെ വെട്ടണം എന്നാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയത് സൈഡ് പാക്ക് ബ്രഷ് കട്ടറാണ്. അല്ല എനിക്കിത് രണ്ടും വേണ്ട, എനിക്കിതൊന്നും തോളിലിട്ട് നടക്കാൻ പറ്റില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ട്രോളി ബ്രഷ് കട്ടർ അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഏത് ബ്രഷ് കട്ടർ ആയിക്കോട്ടെ നമ്മുടെ MDM നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്നതാണ്. ഇനി ഒരു ബ്രഷ് കട്ടർ വാങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കി വാങ്ങണമെന്ന് നോക്കാം. ഫസ്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യേണ്ടത് അതിൻ്റെ റോഡിനെ പറ്റിയാണ്, അതായത് ഔട്ടർ റോഡ്. ഈ ഔട്ടർ റോഡ് നമ്മുടെ MDMൽ വന്നിട്ട് SS ലാണ് കൊടുത്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് തുരുമ്പ് പിടിക്കുക അല്ലെങ്കിൽ റോഡ് വളഞ്ഞു പോകാനുള്ള ചാൻസ് ഒക്കെ ഭയങ്കര കുറവാണ്. പക്ഷേ മറ്റുള്ള സ്ഥലത്തൊക്കെ നോക്കുവാണെങ്കിൽ അവർ പൈസയെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അലൂമിനിയത്തിൽ കൊടുക്കും. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തുരുമ്പ് പിടിക്കും അല്ലെങ്കിൽ വളഞ്ഞു പോകാനൊക്കെ ചാൻസ് കൂടുതലാണ്. ഇനി ഈ ഒരു ഔട്ടർ റോഡിനുള്ളിലുള്ള റൊട്ടേറ്റിംഗ് ഷാഫ്റ്റ് ആയിക്കോട്ടെ SS ലാണ് കൊടുത്തിരിക്കുന്നത്. പോരാ തന്നെ 8 mm തിക്നെസ് വരുന്നുണ്ട്. SS ആയതുകൊണ്ട് നിങ്ങൾക്ക് തുരുമ്പ് പിടിക്കത്തില്ല, വളയാനുള്ള ചാൻസ് ഒക്കെ ഭയങ്കര കുറവായിരിക്കും. ഇപ്പം നമ്മൾ റോഡിൻ്റെയും അതുപോലെ റൊട്ടേറ്റിംഗ് ഷാഫ്റ്റിൻ്റെയും കാര്യം നോക്കി. ഇനി രണ്ടാമതായിട്ട് നോക്കാൻ പോകുന്നത് ഇതിൻ്റെ ഹാൻഡിലിനെ പറ്റിയാണ്. ഇതിൻ്റെ ഹാൻഡിൽ നോക്കുവാണെങ്കിൽ നമ്മൾ സെയിം മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത്, അതായത് SS മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് തുരുമ്പ് പിടിക്കുക അല്ലെങ്കിൽ വളഞ്ഞു പോകാനുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഇനി അടുത്തായിട്ട് നോക്കേണ്ടത് സൈഡ് പാക്ക് യൂസ് ചെയ്യുന്ന സമയത്തുള്ള നമ്മുടെ റോപ്പിനെ പറ്റിയാണ്. അതായത് നമ്മൾ റോപ്പ് കൊടുത്തിരിക്കുന്നത്, അതായത് നമ്മൾ റോപ്പിൽ ഒരു കുഷ്യൻ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഹാർഡ് പ്ലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. ഹാർഡ് പ്ലാസ്റ്റിക് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എഞ്ചിനിൽ നിന്നുള്ള വൈബ്രേഷൻ നിങ്ങളുടെ ബോഡിയിലോട്ട് അടിക്കാതെ ഈ ഹാർഡ് പ്ലാസ്റ്റിക് തടുത്തോളൂ. അടുത്തത് ഒരു ബാക്ക് പാക്ക് ബ്രഷ് കട്ടർ എടുക്കുമ്പോൾ ചെക്ക് ചെയ്യുന്ന കാര്യം നോക്കുവാണെങ്കിൽ നമ്മളിപ്പോൾ ബാക്ക് പാക്ക് ആകുമ്പോൾ അതിൻ്റെ എഞ്ചിൻ വരുന്നത് പുറകിലായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും എഞ്ചിനിൽ നിന്നുള്ള വൈബ്രേഷൻ നമ്മുടെ പുറത്തോട്ട് അടിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ MDMൽ നമ്മൾ കുഷ്യൻ കൊടുത്തിട്ടുണ്ട് ബാക്ക്. അപ്പോൾ നിങ്ങൾക്ക് എഞ്ചിനിൽ നിന്നുള്ള വൈബ്രേഷൻ ആ കുഷ്യൻ എടുത്ത് തടുത്തോളൂ, നിങ്ങൾക്ക് ഒരു രീതിക്കുള്ള വൈബ്രേഷൻ ഉണ്ടാകത്തില്ല. ഇപ്പം നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ സൈഡ് പാക്ക് ബ്രഷ് കട്ടറും വേണ്ട, ബാക്ക് പാക്ക് ബ്രഷ് കട്ടറും വേണ്ടതാണെങ്കിൽ നിങ്ങൾക്ക് ട്രോളി ബ്രഷ് കട്ടർ അവൈലബിൾ ആണ്. ഈ ട്രോളി ബ്രഷ് കട്ടർ ആകുമ്പോൾ നിങ്ങൾക്ക് തള്ളിക്കൊണ്ട് നടന്നിട്ട് പുല്ല് വെട്ടാൻ ഈസി ആയിട്ട് പറ്റുന്നതാണ്. നമ്മുടെ ഈ ബ്രഷ് കട്ടേഴ്സിൽ നമ്മൾ 2 സ്ട്രോക്ക് എഞ്ചിനും 4 സ്ട്രോക്ക് എഞ്ചിനും കൊടുത്തിട്ടുള്ളത്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് അത് ഏത് വേണമെങ്കിലും സെലക്ട്. ഇനി അടുത്ത് നിങ്ങളുടെ ഒരു സംശയമായിരിക്കും, എല്ലാവരും ഒരേ എഞ്ചിനല്ലേ കൊടുത്തിരിക്കുന്നത്, നിങ്ങളുടെ എഞ്ചിന് മാത്രം എന്താണ് സ്പെഷ്യാലിറ്റി എന്ന്. നമ്മുടെ എഞ്ചിനിൽ നോക്കുവാണെങ്കിൽ നമ്മൾ നല്ല ക്വാളിറ്റിയിലുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള കാർബറേറ്റർ കൊടുത്തിട്ടുള്ളത്. സോ നിങ്ങൾക്ക് പെട്രോൾ ലീക്കേജ് പോലുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. നമ്മുടെ MDMൽ നോക്കുവാണെങ്കിൽ മൊത്തത്തിൽ 21+ അറ്റാച്ച്മെന്റ്സ് ഉണ്ട് ഈ ബ്രഷ് കട്ടറിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാൻ പറ്റിയത്. പക്ഷേ ഇപ്പം നിങ്ങൾ നമ്മുടെ അടുത്ത് നിന്ന് ബ്രഷ് കട്ടർ വാങ്ങുവാണെങ്കിൽ നിങ്ങൾക്ക് 7ഓളം വരുന്ന അറ്റാച്ച്മെന്റ്സ് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ബ്രഷ് കട്ടർ മെഷീൻ വേണമെങ്കിലും ഈ 7 അറ്റാച്ച്മെന്റ്സ് അതിൻ്റെ കൂടെ വേണമെങ്കിലും ഇതിൻ്റെ പ്രൈസിനെ പറ്റിയൊക്കെ അറിയണമെങ്കിലും ഒട്ടും വേഗം ഈ സ്ക്രീനിൽ കിടന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി.